ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. അപ്പോൾ ഏതായാലും തിരുവാ യുദ്ധത്തിന് ഒരു അന്ത്യം കുറിച്ചിരിക്കുകയാണ്. കുറെ മാസങ്ങളായി, വർഷത്തിനോടടുക്കാനായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് US പ്രസിഡന്റിന്റെ തിരുവാ യുദ്ധ ഭീഷണി. ഏതായാലും ആ യുദ്ധ ഭീഷണി അവസാനിച്ചിരിക്കുകയാണ്. US സുപ്രീം കോടതിയുടെ ഇടപെടൽ മൂലം അതിന് അന്ത്യം വന്നിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. നമ്മുടെ ഇന്ത്യ അടക്കം ലോകത്തിലെ വിവിധ രാജ്യങ്ങൾക്ക് US പ്രസിഡന്റ് ഏർപ്പെടുത്തുന്ന തിരുവ US സുപ്രീം കോടതി അവസാനിപ്പിച്ചു. ഇതാണ് വാർത്ത. ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് 1977 നിയമം ദുരുപയോഗം ചെയ്തെന്നാണ് US സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ. ട്രംപിന്റെ നടപടിക്കെതിരെ പ്രമുഖ കമ്പനികളും ഡെമോക്രാറ്റിക് പാർട്ടി ഭരിക്കുന്ന 12 സംസ്ഥാനങ്ങളും നൽകിയ ഹർജിയിലാണ് US സുപ്രീം കോടതിയുടെ ഈ നിർണായക വിധി വന്നിരിക്കുന്നത്. ഏതായാലും ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള രാജ്യങ്ങളെയും നമ്മുടെ ഇന്ത്യ അടക്കം ഈ തിരുവ കൊണ്ടാണ് US പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തിയിരുന്നത്. ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ ഒരു അധികാരം പ്രസിഡന്റിനില്ല എന്ന് തന്നെയാണ് ഈ വിധിയിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇത് ഒരു പ്രത്യേക സമയത്ത് അടിയന്തരാവസ്ഥ പോലത്തെ കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു എക്സിക്യൂട്ടീവ് അധികാരമാണ്. ഈ അധികാരം ദുരുപയോഗം ചെയ്തു എന്നാണ് ഇപ്പോൾ കോടതിയും കണ്ടെത്തിയിരിക്കുന്നത്. ഇത് തന്നെയാണ് 12 സംസ്ഥാനങ്ങളും പ്രമുഖ കമ്പനികളും ഒക്കെ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് കൊടുക്കുമ്പോൾ വാദിച്ചിരുന്നത്. ഏതായാലും ആ വാദം ഇപ്പോൾ കോടതിയും അംഗീകരിച്ചിരിക്കുകയാണ്, ശരിവച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തിരുവ യുദ്ധം അവസാനിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അങ്ങനെ ഒരു തിരുവ യുദ്ധം നടത്തുവാൻ സാധ്യമല്ല എന്ന് തന്നെയാണ് ഈ കോടതി വിധിയിലൂടെ ഇത് വ്യക്തമായിരിക്കുന്നത്. കാരണം അവരുടെ US പ്രാദേശികമായും അത് വലിയ തിരിച്ചടി തന്നെയാണ് ഈ തിരുവ യുദ്ധം കൊണ്ടുണ്ടായിരിക്കുന്നത്. സാധാരണക്കാർക്ക് സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം പല ഭാഗങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ ഇത്രയും ശതമാനം ഇറക്കുമതി തിരുവ കൂട്ടുമ്പോൾ അത് കമ്പനികൾ സാധാരണക്കാരിൽ നിന്നാണല്ലോ ഈടാക്കുക. ഏത് സാധനമായാലും, അത് ഇലക്ട്രോണിക്സ് ആയാലും ഭക്ഷ്യവസ്തുക്കളായാലും മറ്റുള്ള സാധനങ്ങളാണെങ്കിലും ഏതാണെങ്കിലും അതിന് വില അവസാനം ഏത് വില വർദ്ധിപ്പിച്ചാലും അത് അവസാനം എത്തപ്പെടുക ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്നാണ് എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. ഇത് കോടതി അഭിപ്രായപ്പെട്ടത് IEEPA ഉപയോഗിച്ച് ഏകപക്ഷീയമായി നികുതികൾ അടിച്ചേൽപ്പിക്കാനുള്ള അധികാരം ഇല്ലെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. അതിനുള്ള അടിയന്തര സാഹചര്യം ഇപ്പോഴില്ല. ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഉത്തരവാണ് US സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. ഇത് അവരുടെ മാത്രം രാജ്യത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള രാജ്യങ്ങളെയും ഒരു നല്ല പോസിറ്റീവ് വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. താരിഫ് ചുമത്താനുള്ള അധികാരം US ഭരണഘടന കോൺഗ്രസിനാണ്, അവരുടെ പാർലമെന്റിനാണ്. ഇത് പ്രസിഡന്റിന്റെ അധികാരമല്ലെന്നും വിധിയിൽ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. വിധി ട്രംപിന് കനത്ത തിരിച്ചടിയാണ്. തന്റെ സാമ്പത്തിക വിദേശ നയങ്ങളുടെ പ്രധാന ആയുധമായാണ് ട്രംപ് പകരം ചുങ്കത്തെ ഉപയോഗിച്ചിരുന്നത്. അത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥിരമായുള്ള ഭീഷണിയും. എന്നാൽ പ്രസിഡന്റിന്റെ അധികാര ക്ഷേമത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് US സുപ്രീം കോടതിയുടെ വിധി എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇങ്ങനെ ഒരു അധികാരമില്ല. ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ രാജ്യത്തുണ്ടാകുന്ന പ്രത്യേക സാഹചര്യങ്ങളിൽ, അടിയന്തരാവസ്ഥ പോലത്തെ സാഹചര്യത്തിൽ പ്രസിഡന്റിന് ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സാധിക്കും. എക്സിക്യൂട്ടീവ് ഉത്തരവ് എന്നാണ് അവരുടെ ഇതിൽ അതിനെ പറയുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സാധിക്കും എന്നല്ലാതെ സാധാരണ ഇങ്ങനെ ഒരു തിരുവാ യുദ്ധം നടത്തുവാൻ സാധിക്കുകയില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി ഈ വിധിയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ലോകത്തിന്റെ US സംബന്ധിച്ച് മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള രാജ്യങ്ങൾക്കും ഈ വിധി ഒരു ആശ്വാസം ആശ്വാസം തന്നെയാണ് നൽകുക എന്ന് തന്നെയാണ് ഈ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമ്മുടെ രാജ്യമടക്കം ലോകത്തിലെ വിവിധ രാജ്യങ്ങൾക്ക് അദ്ദേഹം ഇത്തരം നികുതികൾ 200, 100 പല ശതമാനക്കണക്കിനും ഏർപ്പെടുത്തിയിരുന്നു. അതൊക്കെ
അവരെ നേരിട്ട് ബാധിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ വിധിയിലൂടെയും നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അവിടുത്തെ പ്രതികരണങ്ങളിലൂടെയും മനസ്സിലാക്കാനുള്ളത്. സാധാരണ ജനങ്ങളെ അത് നേരിട്ട് ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിധി ഒരു ലോകത്തിന് തന്നെ ഒരു ആശ്വാസമാണ് എന്ന് തന്നെയാണ് ഈ വിധിയിലൂടെ മനസ്സിലാക്കാനും സാധിച്ചത്. ഏതായാലും ഈ തിരുവായുധം അവസാനിപ്പിച്ചു സുപ്രീം കോടതി. ഇനി തിരുവായുധമില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ചെയ്ത ഒരു കാര്യമാണ് അത്. സുപ്രീം കോടതിയിൽ അവിടുത്തെ 12 സംസ്ഥാനങ്ങളും പ്രമുഖ കമ്പനികളും ഒക്കെ ചോദ്യം ചെയ്തു. അവരതിന് വേണ്ട വാദങ്ങൾ നിരത്തി. ആ വാദങ്ങൾ കോടതി അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ ഈ നിയമം റദ്ദ് ചെയ്യപ്പെട്ടു. ഇനി അങ്ങനെ ഒരു തിരുവായുധം ഇല്ല. അപ്പോ തിരുവായുധം അവസാനിപ്പിച്ചു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കുറെ മാസങ്ങളായി ഇദ്ദേഹം അധികാരമേറ്റതിന് ശേഷമുള്ള മാസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു വാർത്തയാണിത്. തിരുവായുധം. നമ്മൾ ഇപ്പോഴത്തെ തലമുറകൾ ചുരുക്കി പറഞ്ഞാൽ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വാർത്തയായിരിക്കും ഇത്. കാരണം ഇത് 1977 മറ്റോ അടിയന്തരാവസ്ഥ സമയങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഉള്ള ഒരു നിയമമായിരുന്നു. ആ നിയമത്തെ ദുരുപയോഗം ചെയ്തു എന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു നിയമമില്ല, ഈ നിയമം അവസാനിപ്പിച്ചു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ തിരുവായുധം ഇനി ഉണ്ടാവുകയില്ല എന്ന് തന്നെ, കാരണം സുപ്രീം കോടതി വിധി അന്തിമമാണല്ലോ. അപ്പോ തിരുവായുധം അവസാനിപ്പിച്ചു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന്, ഈ വാർത്തകളിൽ നിന്ന് നമുക്ക് അറിയാനാവുന്നത്. അപ്പോൾ ഏതായാലും ആ ഭീഷണി അവസാനിച്ചു. ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കണേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.